ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ത് കാര്യമുണ്ടായിരുന്നു ഇസ്രായേലിൽ ധൃതി പിടിച്ച് യുദ്ധത്തിന് തലേദിവസം പോകുന്നതിന് വേണ്ടിയിട്ട്? ഇത് ഇമ്രാൻഖാൻ യുക്രൈൻ യുദ്ധത്തിന് മുന്നേ ക്രെംലിൻ സന്ദർശിച്ച പോലുള്ള ഒരു പരിപാടിയായിപ്പോയി. പ്രധാനമന്ത്രി മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് രാജ്യത്തെ പ്രതിസന്ധിക്ക് കാരണം അദ്ദേഹമാണെന്നുള്ള വസ്തുതയാണ്. ഭരണത്തിലേറിക്കഴിഞ്ഞിട്ട് നോട്ട് നിരോധിച്ച് എങ്ങനെ 8% വേഗതയിൽ വളർന്നുകൊണ്ടിരുന്ന സമ്പദ്ഘടനയെ തകർത്ത് 3% മാറ്റി, അതുപോലെ ഇന്ന് ഇറാൻ യുദ്ധത്തിൽ പക്ഷം പിടിച്ചുകൊണ്ട് ഇന്ത്യയെ ഇറാനിൽ നിന്ന് അകറ്റി അതിൻ്റെ ഫലമായിട്ട് പാചകവാതകത്തിൻ്റെയും പെട്രോളിൻ്റെയും ദൗർലഭ്യം സൃഷ്ടിച്ച് കേരളത്തിൽ ഇന്ന് വിലക്കയറ്റവും മാന്ദ്യവും ഉള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ത് കാര്യമുണ്ടായിരുന്നു ഇസ്രായേലിൽ ധൃതി പിടിച്ച് യുദ്ധത്തിന് തലേദിവസം പോകുന്നതിന് വേണ്ടിയിട്ട്? ഇത് ഇമ്രാൻഖാൻ യുക്രൈൻ യുദ്ധത്തിന് മുന്നേ ക്രെംലിൻ സന്ദർശിച്ച പോലുള്ള ഒരു പരിപാടിയായിപ്പോയി. ഇറാനെതിരായിട്ട് എത്രയോ നാളായിട്ട് നമ്മുടെ രാജ്യവുമായിട്ട് സൗഹൃദത്തിൽ കഴിച്ചിരുന്ന ഇറാനിൽ നടക്കുന്ന കടന്നാക്രമണ യുദ്ധത്തിന് മാപ്പ് സാക്ഷിയാക്കി ഇന്ത്യ രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് സൗഹൃദ രാജ്യങ്ങൾക്ക് പാചകവാതത്തിനും എണ്ണയ്ക്കും കിട്ടുന്ന ഇളവുകൾ ഇന്ത്യക്ക് കിട്ടാതായി. അതാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം. പ്രധാനമന്ത്രി മോഡിയുടെ വിദേശ നയത്തിന്റെ പരിപൂർണ പരാജയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇതൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ വന്ന് കേന്ദ്ര ഫണ്ട് കേരളം കൊള്ളയടിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP FCRAയുടെ പുതിയ നിർമ്മാണം വഴി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ആയിട്ടുണ്ടാക്കാൻ ശ്രമിച്ച പാലം തകരുകയാണ്. ഉന്നം വളരെ വ്യക്തമാണെന്ന്. ഉന്നം ക്രിസ്ത്യൻ സഭകളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. FCRA അവകാശം റദ്ദാക്കുമെന്ന് മാത്രമല്ല, അത് വിനിയോഗിച്ച് സൃഷ്ടിച്ചിട്ടുള്ള ആസ്തികൾ വേണ്ടി വന്ന കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള നിയമമാണ് ധൃതി പിടിച്ച് പാസ്സാക്കിയിട്ടുള്ളത്. ഇതൊന്നും ആവശ്യത്തിന് ചർച്ച ചെയ്യാതെ പാർലമെന്ററി സമിതികളിൽ വിശദമായിട്ട് പരിശോധന നടത്താതെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അഭിപ്രായങ്ങൾ അറിയാതെ പാസ്സാക്കുന്നത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലും വിഷയങ്ങളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.